നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 11 തിങ്കളാഴ്ചയാണ്. ഇന്ത്യൻ വിപണി കഴിഞ്ഞ ആഴ്ചയും നഷ്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഇതോടെ തുടർച്ചയായ 6 ആഴ്ചത്തെ നഷ്ടമാണ് ഇന്ത്യൻ വിപണി ഉണ്ടാക്കി വെച്ചത്. ട്രംപ് ഇപ്പോൾ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ച 50% തീരുവ തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയമായി ഇന്ത്യക്ക് മുന്നിലുള്ളത്. US വിപണി വെള്ളിയാഴ്ച ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി US സംബന്ധിച്ച് ഈ ചൊവ്വാഴ്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഡാറ്റ പുറത്തു വരാനിരിക്കുന്നുണ്ട്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയാണ് പുറത്തു വരുന്നത്. അതിനുശേഷം വ്യാഴാഴ്ച പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയും പുറത്തു വരുന്നുണ്ട്. ഇൻഫ്ലേഷനെ കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചനകൾ തരുന്ന 2 ഡാറ്റകളായിരിക്കും ഇത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ഇൻഫോസിസ് 0.19% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇനി വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും, ICICI ബാങ്ക് 0.09% നേട്ടത്തിലും, HDFC ബാങ്ക് 1.33% ഇടിവിലും, ഡോക്ടർ റെഡ്ഡി 1.47% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഇനി യൂറോപ്യൻ വിപണികൾ വെള്ളിയാഴ്ച മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിനെ കുറിച്ച് US റഷ്യയും സംസാരിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന US യൂറോപ്യൻ ഫ്യൂച്ചേഴ്സ് ചെറിയ നേട്ടത്തിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ $1,10,000 ട്രേഡ് ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 75,560 രൂപയാണ്. ഓയിൽ പ്രൈസുകളിലേക്ക് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഓയിൽ പ്രൈസുകൾ ഏകദേശം 1% ഇടിവാണ് വെള്ളിയാഴ്ച ഉണ്ടാക്കിയത്. ഇതോടെ കഴിഞ്ഞ ആഴ്ച ബ്രന്റ് ഏകദേശം 4.4%, WTI 5.1% ഇടിവുമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ചിരിക്കുന്ന ബ്രന്റ് ഫ്യൂച്ചേഴ്സ് 0.7%, WTI 0.85% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ഓണത്തിനോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഓഫർ ഇനി വരാനിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് ഓഫർ റിവീൽ ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുറത്തു വന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ടാറ്റ മോട്ടോഴ്സ്. നെറ്റ് പ്രോഫിറ്റിൽ 30.5% ഇടിവാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 3,924 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിലും 2.5% ഇടിവാണ് വന്നിരിക്കുന്നത്. 1,04,407 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത സൈമൺസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 3.1% ഇടിവ് വന്നിരിക്കുന്നു. 423.4 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 15.5% വർധനവ് വന്നിരിക്കുന്നു. 4,346.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് വോൾട്ടാസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 58% വലിയൊരു ഇടിവ് വന്നിരിക്കുന്നു. 140.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 20% ഇടിവ് വന്നു. 3,938.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇയർ ഓൺ ഇയറിലെ കണക്കാണ്. അടുത്തത് പൂർവാങ്കര എന്ന സ്റ്റോക്ക്. നെറ്റ് ലോസ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത് 68.6 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 14.8 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. കമ്പനിയുടെ റവന്യൂ ആയി റിപ്പോർട്ട് ചെയ്ത് 524.4 കോടി രൂപയാണ്. അതായത് 20.3% ഇടിവാണ് ഇപ്പോൾ റവന്യൂവിൽ വന്നിരിക്കുന്നത്. മറ്റൊരു കമ്പനി പോളി മെഡിക്യൂർ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 25.7% വർധനവ് വന്നിരിക്കുന്നു. 93.1 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 4.8% വർധനവ് റവന്യൂവിൽ ഇയർ ഓൺ ഇയറിൽ വന്നു. അതർ ഇൻകത്തിൽ 41.7 കോടി രൂപയിലാണ് അതർ ഇൻകം ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 16.9 കോടി രൂപയായിരുന്നു. മറ്റൊരു കമ്പനി DCW എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 11.4 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറിൽ 69.3% വർധനവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 4.8% ഇടിവും ഇയർ ഓൺ ഇയറിൽ വന്നു. അടുത്ത് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 21.5% വർധനവ് വന്നപ്പോൾ റവന്യൂവിൽ 13.1% ഇടിവാണ് വന്നിരിക്കുന്നത്. അടുത്തത് എൻറ്റീറോ ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 38.4% വർധനവ് രേഖപ്പെടുത്തി. റവന്യൂവിൽ 28% വർധനവുമാണ് കമ്പനി രേഖപ്പെടുത്തിയത് ഇയർ ഓൺ ഇയറിൽ. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് RBL ബാങ്ക്, PNB ഹൗസിംഗ് ഫിനാൻസ് എന്നിവയാണ്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് പറയാം. IPK ലാബ്, അശോക ബിൽഡ്കോൺ, ആസ്ട്രൽ, ബജാജ് കൺസ്യൂമർ കെയർ, ബാറ്റ ഇന്ത്യ, പ്രാജ് ഇൻഡസ്ട്രീസ്, തിലക് നഗർ ഇൻഡസ്ട്രീസ്, ടിറ്റാഗ്ര റെയിൽ, ട്രാവൽ ഫുഡ് സർവീസസ്, VST ടില്ലേഴ്സ് തുടങ്ങിയവയാണ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകാൻ താല്പര്യമുള്ളവർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ
ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 1 മാസമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. വീക്ക്ലി 2 മുതൽ 3 ക്ലാസ്സുകൾ വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ടെക്നിക്കൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്, ട്രേഡിംഗ് വ്യൂവിനെക്കുറിച്ച്, ട്രേഡിംഗ് സൈക്കോളജിയെക്കുറിച്ച്, അങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങൾ കവർ ചെയ്ത് പോകുന്ന ഒരു സിലബസ് തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. FIS 1933 കോടി രൂപയ്ക്കാണ് വെള്ളിയാഴ്ച ബൈ ചെയ്തത്. DIs ആവട്ടെ 7724 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. വെള്ളിയാഴ്ച ഇന്ത്യൻ വിപണി ഇത്ര വലിയൊരു ഇടിവിലേക്ക് പോയപ്പോഴും FIS തിരികെ ബൈയിങ്ങിലേക്ക് വന്നു എന്നത് നമുക്ക് നോട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ, ജപ്പാൻ മാർക്കറ്റ് നിക്കി ഉള്ളത് 1.82% നേട്ടത്തിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.01% നേട്ടത്തിൽ. ഹോങ്കോങ് മാർക്കറ്റ് 0.14% ഇടിവിൽ. തായ്വാൻ മാർക്കറ്റ് 0.51% ഇടിവിൽ. കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ. ഇനിയിപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 24,446 52 പോയിന്റ്സ് ഉയർന്നാണ്. അതായത് ഇപ്പോഴത്തെ ഒരു നില വെച്ച് ഒരു മ്യൂട്ടഡ് സ്റ്റാർട്ടിനാണ് സാധ്യതയുള്ളത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. 24,363 233 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇതോടെ സെൻസെക്സ്, നിഫ്റ്റി ബാങ്ക് എന്നിവയെല്ലാം 1% ഇടിവുണ്ടാക്കി. തുടർച്ചയായ 6 ആഴ്ച നീണ്ടു നിന്ന ഒരു ഇടിവ് തന്നെയായിരുന്നു ഇപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് വരാം. നമ്മൾ പറഞ്ഞ ആ ക്രൂഷ്യലായിട്ടുള്ള സോൺ ഇതോടുകൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഇപ്പോൾ ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രധാനമായിട്ടും ഡൗൺ സൈഡിൽ വാച്ച് ചെയ്യേണ്ട 1-2 ലെവലുകൾ. 24,200 200 ഡേ EMA ഉള്ളത്, അത് വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇനി 24,000 50 വീക്ക് EMA ഉള്ളത്. 24,000 ഒരു സൈക്കോളജിക്കൽ ലെവൽ കൂടി ആയതുകൊണ്ട് ഡൗൺ സൈഡിൽ വാച്ച് ചെയ്യേണ്ട മറ്റൊരു ലെവൽ കൂടിയാണത്. അവിടെ നിന്നും ഡൗൺ ആവുകയാണെങ്കിൽ പിന്നീട് പ്രധാനപ്പെട്ടതാവാൻ സാധ്യതയുള്ളത് ഡൗൺ സൈഡിലെ ഈ ഒരു സപ്പോർട്ട് സോൺ തന്നെയാണ്. ഈ ഒരു പക്ഷേ ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ഫോക്കസ് ചെയ്യാൻ കഴിയുന്നത് 24,500 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിലേക്കാണ്. 24,380 സ്ട്രൈക്കിൽ 21% വർധനവ് പുട്ട് സൈഡിൽ കാണാം. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡിൽ 577% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 24,300 സ്ട്രൈക്കിൽ 89% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 258% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,400 സ്ട്രൈക്കിൽ 8% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 315% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് വളരെ ശക്തിയോടെ നിൽക്കുന്നതെന്ന് തന്നെയാണ് കാണുന്നത്. അടുത്തതായി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,300 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 55,004 516 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റി ബാങ്കും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,440 മുതൽ 53,880 വരെയുള്ള പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. അതിന് മുന്നേയായി ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 54,940 ലെവലാണ്. 100 ഡേ EMA ഉള്ളത് ആ ഒരു സോണിലാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 55,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 54,500. ഇനി വലിയൊരു ഓഫർ കൂടി ഇപ്പോൾ പുറത്തു വരാനിരിക്കുന്നുണ്ട്. ഓണം ഓഫറിന്റെ ഭാഗമായിട്ടാണ് ആ വലിയൊരു ഓഫർ പുറത്തു വരാനിരിക്കുന്നത്. വൈകുന്നേരം നമുക്ക് ആ ഓഫർ റിവീൽ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിട്ടുള്ളത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.